നമ്മള് സുകുമാരിയമ്മ എന്ന് വിളിക്കുന്ന പോലെ തന്നെ സുകുമാരിയമ്മ എല്ലാരെയും എന്ന് പറഞ്ഞിട്ട് ആൺ പെൺ ഭേദമില്ലാതെ മൂഡ് ഓഫ് എന്തമ്മ അങ്ങനെ വിളിച്ച് പോകുന്നവരാണ്. മാത്രമല്ല സുകുമാരി ചേച്ചി സെറ്റിൽ വന്നു കഴിഞ്ഞാല് ആ പ്രൊഡക്ഷനിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് അവന് ഭക്ഷണം അത് കൊടുക്കരുത് കേട്ടോ, ഇത് കൊടുക്കരുത്, അതധികം കൊടുക്കണം, അത് കൂടുതലും മിഠായി തന്നെ ഉണ്ട്, ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോവുക. അത് കഴിഞ്ഞ് ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ ചേച്ചി ഒരു ചെറിയ ക്യാരക്ടറുള്ളൂ, അതിൽ ചേച്ചിക്ക് റോളില്ല. അപ്പോൾ അതിലൊരു ചെറിയ ലണ്ടൻ ബെഡായി പറയുന്ന ഒരു മുത്തശ്ശിയുടെ ഒരു ക്യാരക്ടർ, അപ്പൊ അത് സുകുമാരി ചേച്ചി എന്നുള്ളത്. അത് മുടിയൊക്കെ മുറിച്ച് ബോബ് ചെയ്തിട്ട് അതിലും ഞാൻ ഇവിടെ ദുബായിൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു തവണ പോയിട്ടുണ്ട്. ഞാൻ ഒരു പീസ് ചിക്കൻ ഇത്രേ കഴിക്കുള്ളൂ. ഭയങ്കര കഷ്ടപ്പാടാണെങ്കിലും ഏതോ ഒരു പ്രതാപത്തിന്റെ ബാക്കി ഇങ്ങനെ തലച്ചോറിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് രസമായിരുന്നു. അയ്യോ, അത് 2-3 സീനേ ഉള്ളൂ, പക്ഷെ ഗംഭീര ക്യാരക്ടർ. കാരണം എനിക്കത് നന്നായിട്ട് അറിയാം. ഞാനൊരു ഒറ്റപ്പാലത്തുകാരനാണ്. ഞാൻ ഒറ്റപ്പാലത്ത് അങ്ങനെ ഈ ബർമയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചില മുത്തശ്ശിമാരെയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട് അത് സുകുമാരി ചേച്ചി ഉഗ്രനാക്കുമെന്ന് അറിയാം. പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു സുകുമാരി ചേച്ചിയുടെ കാലൊടിഞ്ഞിരിക്കുക. കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. പുള്ളിക്കാർക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഡോക്ടർ വിലക്കിയിട്ടുള്ളതാണ്. എനിക്കത് അറിയില്ലായിരുന്നു. പുള്ളിക്കാരി വന്നു, തിരുവനന്തപുരത്ത് നിന്ന് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സീൻ ആദ്യം ഒരു കല്യാണ സീനായിരുന്നു. അപ്പോൾ ഒരു വരനും വധുവും ഇരിക്കുന്ന മണ്ഡപത്തിലേക്ക് ഇവർ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഇവർ സാരി കൊണ്ട് ഇതൊക്കെ മറച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കാലിലുള്ള പ്ലാസ്റ്റർ വെച്ചിട്ട് അത് എന്നെ കാണിക്കാതെ ഈ സ്റ്റേജിലേക്ക് കയറുകയാണ്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു, എന്ത് പണിയാണ് കാണിച്ചത്, എന്താ പറ്റിയ കാലിലെന്ന് ചോദിച്ചു. അപ്പൊ കാലിൽ നല്ല ഫ്രാക്ചർ ഉണ്ട്, യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല ഈ യാത്ര ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അതുവരെ ഒറ്റപ്പാലം വരെ യാത്ര ചെയ്തിട്ട് ഈ കാല് വന്ന് നീരായിട്ട് ഈ ഭയങ്കര പെയിനാണ്. ഈ നടക്കാൻ പറ്റില്ല, ഈ ഇതിനുള്ളിൽ ഇത് വീങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവരെന്താ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ ഇതില് വെള്ളം കോരി ഒഴിച്ചിരിക്കുക. ഈ പ്ലാസ്റ്ററിൽ നിറയെ വെള്ളം ഒഴിക്കുക. അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ ഈ പ്ലാസ്റ്റർ ഒന്ന് ലൂസ് ആവുമല്ലോ, അപ്പൊ കിട്ടുന്നൊരു റിലീഫിലാണ് ഈ സ്റ്റേജിലേക്ക് കയറുന്നത്. ഞാൻ എന്താ പറയണത്, അതായത് ഒരു സിനിമയിൽ അഭിനയിക്കാതിരുന്നു എന്ന് ഓർത്ത് കരിയറിൽ ഒന്നും പറ്റാത്ത ഒരാളാണ്. 2 സീനേ ഉള്ളൂ, 2 സീനേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് 2 സീനേ ഉള്ളൂ ചേച്ചി. ഒരു കൊച്ചു ക്യാരക്ടർ, ഇന്ന് വന്നിട്ട് നാളെ പോണം, ഇത്രയും ഒരു സ്ട്രെയിൻ എടുക്കേണ്ട. ഇതിപ്പോ ഇപ്പൊ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിന് പഠിച്ചിട്ടല്ല ഞാൻ ആ ഡയലോഗ് ഓർത്ത് പറഞ്ഞത്. അത് ആ ഒരു സീനാണേലും ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യും. ദുബായ് എന്നാണ് പറയുന്നത്. ദുബായ് ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ്.